നമുക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഈ പാത്രം ചൂടായി വരുമ്പോൾ 2 കപ്പ് അവിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കാം കേട്ടോ. നമുക്കിത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായും ചേർത്ത് കൊടുക്കണേ. ഒരു 5 മിനിറ്റ് ചൂടാകുമ്പോഴത്തേക്ക് ഇത് നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേ പാത്രത്തിൽ ഒരു 1/2 കപ്പ് നിലക്കടല നമുക്ക് വറുത്തെടുക്കാം. ഇതും ചെറിയ തീയിലിട്ടിട്ട് തന്നെ കരിഞ്ഞു പോവാതെ നമുക്ക് വറുത്തെടുക്കാം. നിലക്കടലയ്ക്ക് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പോ ബദാമോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കടലയും ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ആ സമയം അപ്പുറത്തെ അടുപ്പിൽ 200 ഗ്രാം ശർക്കര ഉരുക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉരുകി വരുന്ന സമയം കൊണ്ട് നമുക്കിത് കടല വറുത്തെടുക്കാം. ഇനി നേരത്തെ ചൂടാറാൻ വെച്ച അവിൽ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നേരത്തെ ഉരുക്കിയ ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 2 കപ്പ് അവിലേക്ക് 200 ഗ്രാം ശർക്കര എടുത്തിട്ടുള്ളൂ. ഇനി കൂടുതലായിട്ട് മധുരം വേണ്ടവർക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച അവിൽ കുറേശ്ശെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്നായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ കട്ട പിടിക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇളക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നല്ല ജീരകം വറുത്ത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു 2 സ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നേരത്തെ വറുത്ത് വെച്ച കടല നമുക്കൊന്ന് പൊടിച്ചെടുക്കുക. പൊടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം എന്നില്ല. അപ്പോൾ ആ കടല ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ പൊടിക്കണം എന്നുള്ളവർക്ക് നല്ലപോലെ പൊടിക്കാം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിൽ അല്പം നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് തടവി കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും. ഇനി റെഡിയാക്കി വെച്ച ആ ഒരു മിക്സ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇതൊന്ന് സെറ്റാക്കാനായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അടർത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് കമഴ്ത്തി കൊടുത്ത് നോക്കാം. നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പിയാണിത്.